ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു തുണിപറിച്ചടി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വിവരം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അതിൻ്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് മറ്റാരും പറയാത്ത നിരവധി കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്ര വലിയ പുകിലുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടികൾക്കും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 101 സീറ്റുകളാണ്. ആ 101 സീറ്റുകളിൽ ഭൂരിപക്ഷം തയ്ക്കണമെങ്കിൽ 51 സീറ്റുകൾ വേണം. ആ 51 സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. BJPക്ക് ഉണ്ടായിരുന്നത് ആകെ 50 സീറ്റുകളാണ്. ആ 50 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി അവർ നേരത്തെ പ്രസ് ക്ലബിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്ന രാധാകൃഷ്ണനെ കൂടി പിടിക്കുകയും അങ്ങനെ 51 എത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 51 എത്തിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ തിരിച്ചടി കൂടി നേരിട്ടു. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവർക്കത് ഗുണകരമാകുന്ന ഒരു കാര്യം കൂടിയാണ്. അത് അവരുടെ 20 കൗൺസിലർമാർ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേയും അതുപോലെ തന്നെ ശബരിമല അയ്യപ്പനെയും ഒക്കെ പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതൊന്നും ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ നിയമപരമായി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവരവരുടെ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട്. പക്ഷേ നിയമപരമായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കോടതി അതെല്ലാം തന്നെ റദ്ദാക്കിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ റദ്ദാക്കിയിട്ട് അവരുടെ അംഗത്വമൊന്നും റദ്ദാക്കിയില്ല. പകരം കോടതി പറഞ്ഞത് 4 ആഴ്ചക്കകം നിങ്ങൾക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ്. അപ്പോൾ 4 ആഴ്ചക്കകം അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിൽ 19 പേര് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഒരാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പേര് ആർ സുഗതൻ എന്നാണ്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിലിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ജയിലിൽ റെസ്റ്റ് എടുക്കാനുള്ള കാരണം നമ്മൾ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം രാത്രി എത്തിയതറിഞ്ഞ് പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ഒരുപാട് പോലീസിനെ കുറിച്ച് വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിരുന്നു. അന്ന് ശരിയല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. ഈ സുഗതനെ ജയിലിലടച്ചേക്കണത് തന്നെ ഏതെങ്കിലും ഒരു കേസിനല്ല കേട്ടോ. സുഗതനെ ജയിലിലടച്ചേക്കണതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ 19 കേസുകളുണ്ട്. അതിൽ ഒരു കേസ് മാത്രമാണ് രാഷ്ട്രീയമായിട്ടുള്ളത്. ബാക്കി 18 കേസുകളും യഥാർത്ഥത്തിൽ അദ്ദേഹം മറ്റേ വൃത്തികേടൊക്കെ കാണിച്ചു തരേണ്ട. അതിൽ 5 എണ്ണം എന്ന് പറയുന്നത് വധശ്രമമാണ്. അപ്പം അങ്ങനെയുള്ള ധീരനായിട്ടുള്ള ഒരു BJPക്കാരാണ്. ആർഷഭാരത സംസ്കാരം പേറുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആർ സുഗതൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഗതൻ ജയിലിൽ പോയി. അപ്പോൾ സുഗതനെ എന്ത് ചെയ്താൽ സുഗതനെ അവിടെ വീണ്ടും കഴിഞ്ഞ കൗൺസിൽ മീറ്റിങ്ങിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല. കാരണം അദ്ദേഹം ഒളിവിലായിരുന്നു. മൂന്നാമതൊരു കൗൺസിൽ മീറ്റിംഗ് വിളിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ കൗൺസിൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അയോഗ്യരാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരുടെ രജിസ്റ്റർ ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് ഇത് അലങ്കോലമാക്കണം എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി BJP തീരുമാനിച്ചിരുന്നു. അതിന് കോൺഗ്രസ് കൂട്ടുനിന്നോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ LDFിനെ നേരത്തെ തന്നെ LDFും അവിടെ BJPയും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നമുണ്ടായതിനു ശേഷം 3-4 പേര് ഹോസ്പിറ്റലായിരുന്നു. അവരെല്ലാം തന്നെ ആംബുലൻസിൽ ഈ കൗൺസിൽ യോഗത്തിൽ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ 0 ആകാൻ ഭാഗ്യം ചെയ്തത് നമ്മുടെ ശബരിനാഥനാണ്. ശബരിനാഥ് എന്ന് പറയുന്ന G കാർത്തികേയൻ്റെ മകൻ. അദ്ദേഹം അവിടുത്തെ ഒരു കൗൺസിലറാണ്. നേരത്തെ അദ്ദേഹം MLA ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം മിനിറ്റ്സ് ബുക്ക് എടുക്കുകയും ആ മിനിറ്റ്സ് ബുക്കിൽ ആരും തന്നെ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സുഗതനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഞങ്ങളിത് ഒപ്പിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒപ്പിടാൻ പോവുകയും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിന് ഇരുന്ന് അവരൊക്കെ ഒപ്പിടാൻ പോകുന്നു. അങ്ങനെ ഒപ്പിടാൻ പോയപ്പോൾ നേരത്തെ അവർക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 20 സീറ്റാണ് അവർക്കുള്ളത്, കോൺഗ്രസിനുള്ളത്. അവിടെ CPMന് ഉണ്ടായിരുന്ന സീറ്റുകൾ കുറഞ്ഞിരുന്നു. 50 സീറ്റുകൾ 35ആയിട്ട് 52 സീറ്റുകൾ ഉണ്ടായിരുന്നത് LDFന് 29 സീറ്റായിട്ട് കുറഞ്ഞു. അതേസമയം BJPക്ക് 35 സീറ്റ് ഉണ്ടായത് 50 സീറ്റായിട്ട് കൂടിയിരുന്നു. അപ്പോൾ അങ്ങനെ കൂടിയിട്ടുള്ള അത്രയും ആളുകളെ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഒപ്പം. അപ്പോൾ കോൺഗ്രസ് നിന്ന് ഒപ്പിടാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെ ഈ സുഗതൻ പോയെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ പകരം വെക്കാൻ കഴിയുന്ന ഒരാളുടെ പേരെന്ന് പറയുന്നത് ചെമ്പഴന്തി ഉദയൻ എന്നുള്ളതാണ്. ഈ ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്നത് മണ്ണന്തല വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ്. നേരത്തെ പറഞ്ഞ സുഗതനാണെങ്കിൽ വാഴോട്ടുകുളം വാർഡിൽ നിന്നാണ്. അപ്പോൾ ഈ ചെമ്പഴന്തി ഉദയൻ ഉടനെ തന്നെ ചാടി വീഴുകയും അദ്ദേഹം അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം ഉടനെ തന്നെ ചാടി വീണ് ഈ പറയുന്ന രജിസ്റ്റർ മേടിച്ച് കയ്യിൽ വെക്കുകയും അതിനിടക്കുണ്ടായ ഉന്തുന്നളിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ കീറിയെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ അമീർ ഖാനും അതുപോലെ തന്നെ സൽമാൻ ഖാനും ഒക്കെ കാണിക്കുന്നത് പോലെ ഷർട്ടൊക്കെ ഊരി എറിഞ്ഞുകൊണ്ട് തന്നെ ആ സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ച് രംഗപ്രവേശം ചെയ്യുകയും അവിടെ നിന്ന് ബൈറ്റ് കൊടുക്കുകയും മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുമ്പിലാണ്. നിങ്ങൾ ആലോചിക്കണം. ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ ശബരിനാഥൻ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പിടിക്കുന്ന വൃത്തികെട്ടവരാണ് എന്ന് പറഞ്ഞിരുന്നു.
കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം തേർഡ് റൈറ്റ് എംബോക്കിയാണ് ഈ പറയുന്ന ഉദയൻ എന്നുള്ളത്, ചെമ്പഴന്തി ഉദയൻ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത്. കൂടാതെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇവനാണ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശബരിനാഥനെ ചൂണ്ടിക്കൊണ്ട് ഈ ചെമ്പഴന്തി ഉദയൻ പറയുന്നൊരു വാക്കുകൂടിയുണ്ട്. അതുകൂടി കേട്ടാൽ നമുക്ക് വലിയ സംതൃപ്തി ഒന്നും, ഇവരൊക്കെ ഭരിച്ച് കോർപ്പറേഷൻ എത്രമാത്രം നന്നാക്കും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പറയുന്നത് പോലീസ് സംരക്ഷണം നിനക്കുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് നിർത്തി, എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിലും നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനിൽ. ഇതൊക്കെ നടക്കുമ്പോൾ ചില നമ്മുടെ വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ തന്നെ രാജേഷ് അതിഗംഭീരമാണ്, സൂപ്പറാണെന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെ അറിയാം, നമുക്ക് 6 കോർപ്പറേഷനുകളുണ്ട്. മറ്റൊരു കോർപ്പറേഷൻ്റെയും മേയറെ നമുക്ക് വലിയ പരിചയമില്ല. ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്നോ, നിങ്ങൾ കണ്ണൂരിലോ കോഴിക്കോടൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ മേയറെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തുള്ള ഒരാളെ പോലും നിങ്ങൾക്കറിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തിരുവനന്തപുരം മേയർ മാത്രം ഇത്രമാത്രം വിവാദത്തിലാകുന്നു. ഒന്നവിടെ ഭൂരിപക്ഷമില്ല, നിരന്തരമായ അടിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഇദ്ദേഹത്തിന് വലിയ ഹൈപ്പാണ് ഈ BJPയുടെ ആളുകൾക്ക്. അവർ പണം മുടക്കിയിട്ടുള്ള നിരവധി പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ അതിഗംഭീരമാണ് എന്നുള്ളതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഗംഭീരം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമ്മുടെ MG ശ്രീകുമാർ ഒരു പരിപാടിയിൽ നിന്ന് പറയുന്നില്ലേ, അടി പൂക്കുറ്റി എന്ന് പറയുന്ന പോലെയുള്ള വലിയ പുകഴ്ത്തലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ വലിയ വെള്ളക്കെട്ടാണ്. അവിടെ ആളുകൾക്ക് കുടിവെള്ളം കിട്ടാനില്ല, ഡെങ്കിപ്പനി അടക്കം മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല, നിരവധി പനികൾ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് BJP അവരുടെ കാപ്പ കേസ് പ്രതിയെ, ഈ കാപ്പ കേസ് പ്രതിക്കെതിരെയുള്ള വാർത്ത പോലും നമ്മുടെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ ആകെ അടപടലം അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊരു ഭരണപാടി നടക്കുന്നതെന്ന് അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പം നമ്മുടെ മറുനാടൻ ഷാജൻ പറയുന്നത് ഗംഭീര ഭരണമാണെന്നാണ്. അദ്ദേഹം പറയുന്നത് അവിടുത്തെ പട്ടിശല്യമൊക്കെ കുറഞ്ഞു, കാരണം ഫോർഡ് എൻഡവറിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനെയൊന്നും പട്ടി കടിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിലും ഫോർഡ് എൻഡവറിൽ പോകുന്നവരെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയൊന്നും പട്ടി കടിക്കില്ലല്ലോ ഷാജ. ഈ പാവപ്പെട്ട ആളുകളെയാണ് പട്ടി കടിക്കുന്നത്. പൊങ്കാല അടക്കമുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് റോഡ് ക്ലീൻ ആക്കിയില്ല, തെരുവുനായ ശല്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഈ കുടിവെള്ള ക്ഷാമമൊക്കെ നടക്കുമ്പോഴും അവിടുത്തെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്ന് പറയുന്നത് അവർ റീൽസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അവരുടെ റീൽസുകൾ കണ്ട് നമുക്ക് ആശ തീർക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം കൊണ്ടും വലിയ ദുരിതത്തിലാണ് പാവപ്പെട്ട തിരുവനന്തപുരത്തുകാർ. അപ്പോഴാണ് ഇവരുടെ തുണിപറിച്ചടിയും കൂടി കാണേണ്ടി വരുന്നത്. ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നമ്മുടെ ഒരു പുതിയ ചാനൽ കൂടിയുണ്ട്, BCC വിത്ത് രതീഷ് ചക്രപാണി. അതിൽ നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് KPCCയുടെ പിന്തുണയില്ലാതിരുന്ന, ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടമില്ലാതിരുന്ന, പാർലമെൻ്ററി പാർട്ടിയിൽ MLA-മാരുടെ വളരെ കുറവ് MLA-മാരുടെ മാത്രം പിന്തുണ ഉണ്ടായിരുന്ന VD സതീശൻ എങ്ങനെ കേരള മുഖ്യമന്ത്രിയായി, അതിൻ്റെ പുറകിൽ ഉള്ള കോടീശ്വരൻ ആരാണ് എന്ന് പറയുന്നൊരു കഥ ഞാൻ നിങ്ങളോടൊരു പറയുന്നൊരു പോഡ്കാസ്റ്റാണ്. തീർച്ചയായും മലയാളികളായിട്ടുള്ള ആരും തന്നെ അത് കാണാതിരിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ മൂടി വെക്കുന്ന കാര്യം ആദ്യമായിട്ടാണ് ഞാൻ ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ആ ചാനലിൻ്റെ പേര് തന്നെ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. അത് തന്നെയാണ്. കാരണം ജനകീയങ്ങളുടെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളൊക്കെ ഈ നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു. കാരണം ആ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേവലം 600-600-ലധികം മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് സംപ്രേഷണം ചെയ്തത്. പക്ഷെ അത് 1,12,000 പേരിലധികം ഇപ്പോൾ ഇന്ന് രാവിലെ വരെ അത് കണ്ടു കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിന്തുണ വിനിയും വേണം. കാരണം അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ പോഡ്കാസ്റ്റുകൾ എടുക്കാനുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മാസത്തിൽ ഇപ്പോൾ 2 എണ്ണം മാത്രമേ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2നും നല്ല പിന്തുണ ഉണ്ടായിരുന്നു. ആദ്യത്തെ പോഡ്കാസ്റ്റിന് പോലും 18,000 പേര് കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് 1,12,000-ലധികം പേർ കണ്ടിരിക്കുന്നു. വലിയ സന്തോഷം. പക്ഷേ നിങ്ങളുടെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരുടെ പിന്തുണ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ്
മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ പിന്തുണക്കാം. അതല്ല നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് പിന്തുണക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ടെല്ലാം വേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ചെയ്യാനും ഈ ലോകത്തോട് സത്യം വിളിച്ചു പറയാനുമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലാത്തവർ അത് ചെയ്യണമെന്നില്ല. അല്ലാത്തവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, ഇനി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവരും അതോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ വിമർശനങ്ങൾ എഴുതുകയും നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ എഴുതുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അടുത്ത ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.